അജീഷ് ഏതായാലും കൊടി കയറിയിരിക്കുന്നു. ഇനിയിപ്പം ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അവരുടെ കൂട്ടിക്ക് പോരാൻ തോന്നുന്നല്ലേ? വളരെ നേരത്തെ തുടങ്ങിയ സംഘാടനമാണ്. 5 മണിക്ക് തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ ഈ ഒരു ഒരുക്കങ്ങളുടെ ഒരു ക്രമീകരണം തുടങ്ങാൻ അല്പം വൈകി. അതുകൊണ്ടാണ് ഈ ഒരു താമസം ഉണ്ടാവുന്നത്. ഈ സ്കൂളിൽ നിന്ന് ഇവിടുന്ന് തൊട്ടടുത്താണ് സെന്റ് തോമസ് കോളേജ്. അവിടെയാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടക്കുന്നത്. ഈ സ്കൂളിൽ നിന്ന് നമ്മളോട് ഓരോരുത്തരായിട്ട്, കാരണം ഇവിടെ പല ഇടവകളിൽ നിന്നുള്ള ആളുകൾ, അതായത് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ആളുകൾ ഈ സ്കൂളിൽ എത്തിച്ചേർന്ന് ഇവിടെ നിന്നാണ് ഓരോ സംഘമായി ഈ സെന്റ് തോമസ് കോളേജിലേക്കും അവിടുന്ന് പിന്നീട് തൃശ്ശൂർ റൗണ്ടിലേക്കും പോകുന്നത്. ഈ പ്രദേശത്തെ ഓരോ ഇടവകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഓരോരുത്തരും നമ്മളെ കാണുമ്പോൾ ഇവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ രസകരമായ റിബണൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ കൈകൾ ഉയർത്തിയായിരിക്കും ഇവരിന്ന് ബോണ്ണത്താലെ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യാൻ പോകുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇപ്പം നെടുപുഴ, പാലയൂര്, അങ്ങനെ ചിറ്റിലപ്പള്ളി, അങ്ങനെ പല ഇടവകളിൽ നിന്നുള്ള നൂറിലേറെ ഇടവകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അങ്ങനെയാണ് ഈ ആഘോഷം പോകുന്നത്. ഇനി ഈ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ് ഇനി തൃശ്ശൂർ റൗണ്ടിലേക്ക് വരുമ്പോഴേക്കും പല സ്ഥലങ്ങളിലേക്കും ഭാഗങ്ങളിലൂടെ കടന്ന് തൃശ്ശൂർ റൗണ്ടിലൂടെ രാത്രി 9 മണിയോടെ അവസാനിക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ പറപ്പൂർ ഇടവകയല്ലേ? പറപ്പൂർ ഇടവകയല്ലേ? എത്ര പേരുണ്ട്? ഇവിടെ ജോസഫുണ്ട്, മേരിയുണ്ട്, ഉണ്ണിയേശുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ പേരുമുണ്ട്. വളരെ രസകരമായ നിങ്ങളുടെ എത്ര പേരുണ്ട് നിങ്ങളുടെ ഇടവകയിൽ? 300 പേരുണ്ട്. വലിയ ആഘോഷമല്ലേ? വലിയ പാട്ടുപാടി അങ്ങ് തകർക്കാൻ പോവല്ലേ? തൃശ്ശൂർ റൗണ്ടിലേക്ക് എടുക്കാനായിട്ട്, തൃശ്ശൂർ റൗണ്ടിലെ ചെങ്കടലാക്കാനായി, ചുവന്ന നഗരിയാക്കാനായി പാപ്പാഞ്ഞിമാരുടെ സംഘം ഇവിടെ നിന്ന് അല്പസമയത്തിനകം പുറപ്പെടും. അതിനുള്ള ഒരു സാങ്കേതിക തടസ്സം മാത്രം ഈ സംഘാടനത്തിന്റെ ഭാഗമായി ഈ സ്കൂളിന്റെ പുറത്ത് റോഡിൽ ഇങ്ങനെ ആയിരക്കണക്കിന് പാപ്പാഞ്ഞിമാർ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഈ വാഹനങ്ങൾക്ക് അടക്കം ക്രമീകരിക്കാൻ പോലീസ് സജ്ജമാണ്. അവർ വാഹനങ്ങളൊക്കെ ഒരു സ്ഥലങ്ങളിൽ ഈ റൗണ്ടിലേക്ക് ഒരു തരത്തിലും കടന്നു വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വരിയായി സംഘങ്ങൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് മെല്ലെ കടക്കും. അപ്പോഴായിരിക്കും സെന്റ് തോമസ് കോളേജ്, ഇതിന്റെ ജാർഖണ്ഡ് ഗവർണർ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക. ഈ എല്ലാ മന്ത്രിമാരും, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം കെ രാധാകൃഷ്ണനും ബിന്ദു ടീച്ചറും കെ രാജനും അടക്കമുള്ള മന്ത്രിമാർ അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട ആഘോഷമായ ക്രിസ്മസ് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞുള്ള ഈ വർഷത്തെ അവസാനത്തെ ഏറ്റവും വലിയ ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായി അവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും വടക്കുന്നാഥിന് മുന്നിലൂടെ തൃശ്ശൂർ റൗണ്ടിലൂടെ ഈ ചെങ്കടലായിട്ട് ഈ പാപ്പാഞ്ഞിമാർ ഒഴുകുക. പലതരത്തിലുള്ള പാപ്പാഞ്ഞിമാരുണ്ട്. റോളർ സ്കേറ്റിലേക്ക് പോകുന്ന പാപ്പാഞ്ഞിമാരുണ്ട്, ബൈക്കിൽ പോകുന്ന പാപ്പാഞ്ഞിമാരുണ്ട്, സൈക്കിളിൽ പോകുന്ന പാപ്പാഞ്ഞിമാരുണ്ട്. അങ്ങനെ പാപ്പാഞ്ഞിമാരുടെ ഒരു കടൽ തന്നെ ഇളകി ഇതുവഴി പോകും. നമുക്കറിയാവുന്നതുപോലെ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ ഒരു കടലാണ് ചെങ്കടൽ. പക്ഷേ ഇതങ്ങനെയല്ല. ഇടുങ്ങിയ മനസ്സുള്ളവരുടെ എല്ലാ മഹാസമുദ്രം, ശാന്തസമുദ്രം പോലെ വലിയ ഏറ്റവും വലിയ മനസ്സുള്ള വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ 2013 ആദ്യമായി ബോണ്ണത്താലെ തുടങ്ങുമ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ചെറിയ സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവർ പ്രതീക്ഷിച്ചത് തങ്ങളുടെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറിയൊരു ആഘോഷം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ 2014 5000-ലധികം പാപ്പാഞ്ഞിമാരെ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോക റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്, തൃശ്ശൂരിന്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയത്. പൂരങ്ങളുടെ, ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ നാടാണ് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂര്. അങ്ങനെ ആ തൃശ്ശൂര് ബോണ്ണത്താലെയും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 ബോണ്ണത്താലേക്ക് തൃശ്ശൂരിൽ കൊടിയേറിയിരിക്കുന്നു, ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കാത്തു നിൽക്കുന്ന കുട്ടികളെല്ലാം, ഈ സംഘങ്ങളെല്ലാം, പാപ്പാഞ്ഞിമാരുടെ സംഘങ്ങളെല്ലാം ഇനി തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ആകെ നിറയാൻ പോവുകയാണ് പാപ്പാഞ്ഞിമാർ നൃത്ത ചുവടുകളുമായി.